ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി നമ്മൾ പ്ലാസ്റ്റിക് കവറുകളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് കവർ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ അടിവശം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പീസിൽ നിന്നും ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സെല്ലോ ടേപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്ലവർ ആക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പീസ് ഇതുപോലെ മടക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ നമുക്കിനി ഇതിലേക്ക് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ അതിലേക്ക് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഇതുപോലെയാണ് നമ്മൾ മടക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിന്റെ ഇവിടെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്തെടുക്കുന്ന ഫ്ലവറിന്റെ ഇതളുകളാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. അപ്പൊ ഇതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിന്റെ താഴെ ഒന്ന് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നൂല് എടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് നൂല് ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് നൂല് ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കേണ്ട ആ ഒരു ഭാഗം ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് അവിടെ നൂലുകൊണ്ടൊന്ന് കെട്ടിക്കൊടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഇതാ നമ്മൾ നൂല് ഉപയോഗിച്ച് കെട്ടിക്കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കിതിന്റെ ഇതളുകളൊക്കെ ഇതുപോലെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് ഒരു തവണ കൂടെ നമുക്ക് നോക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് സെല്ലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. വീണ്ടും നമ്മളിത് ഇതുപോലെ മടക്കിയെടുക്കണം. അതിനുശേഷം ഇവിടെ ആയിട്ട് ഇതളുകൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് നമ്മളിതൊന്ന് നിവർത്തി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിന്റെ താഴെ നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. വളരെ സിമ്പിൾ അല്ലേ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട്? ഇതുപോലെ കുറെ ഫ്ലവർ നമുക്ക് ചെയ്തെടുക്കണം. അപ്പൊ ഇതാ നമ്മൾ ഇത്രയും ഫ്ലവർ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇലകൾ ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ അതും കട്ട് ചെയ്തെടുക്കുന്നത്. വീണ്ടും നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. 3 പീസാണ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതുകൊണ്ട് എങ്ങനെയാണ് ഇല ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെ മടക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കതിന്റെ ഇവിടെ ആയിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും അതിന് മുകളിലേക്ക് തന്നെ അതൊന്ന് വെച്ചു കൊടുക്കുക. ഇനി അതിന്റെ താഴ്ഭാഗത്തും ഇതുപോലെ ഒന്ന് പിരിച്ചെടുക്കുക. പിന്നീട് നമ്മൾ കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള പീസും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫ്ലവർ മേക്കിംഗ് ഐഡിയ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന രണ്ടാമത്തത് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. 3 എണ്ണം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3ഉം കൂടെ ചേർത്ത് നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. ഇനി നമുക്ക് ഈ ഇലകളെല്ലാം ഇതുപോലെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഒരു ഇല റെഡി ആയിട്ടുണ്ട്.
ഇതുപോലെ തന്നെ വേറെ ഒരു ഇല കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് ഈർക്കിളിയാണ്. പിന്നീട് നമ്മളൊരു ഗ്രീൻ ടാപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളെല്ലാം നമുക്ക് ഈർക്കിളിയിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പൊ ഇതാ ഫസ്റ്റിൽ വെച്ച് കൊടുക്കുന്ന ഫ്ലവർ ഇവിടെ ആയിട്ട് വെച്ച് നമ്മളൊന്ന് നൂല് ഉപയോഗിച്ച് കെട്ടി കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കാം. ബാക്കിയുള്ള പൂക്കളെല്ലാം നമ്മൾ ഗ്രീൻ ടാപ്പ് ചുറ്റിയെടുക്കുന്നതിനോടൊപ്പം തന്നെ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ ഇതാ അടുത്ത ഫ്ലവർ നമ്മൾ ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുന്ന ഓരോ ഫ്ലവറും ഗ്രീൻ ടാപ്പ് ചുറ്റിയെടുത്തതിന് ശേഷം ഒന്ന് ശരിയാക്കി എടുക്കണം. അതിന്റെ ഇതളുകളൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ശരിയാക്കി എടുക്കണം. ഇതുപോലെ ഓരോ ഫ്ലവറും നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസ് ഒക്കെ കണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം താഴെ കമന്റ് ബോക്സിൽ പറയണം. അപ്പൊ ഇതാ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൂക്കളെല്ലാം നമ്മൾ അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂക്കളെല്ലാം വെച്ചു കൊടുത്തതിന് താഴെയായിട്ട് ഇലകൾ കൂടെ വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു ഐഡിയ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. പ്ലാസ്റ്റിക് കവറൊക്കെ കിട്ടുന്നവർ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇതാ നമ്മൾ അതിന്റെ താഴെ വരെ ഗ്രീൻ ടാപ്പ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ ഇലകളൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ വളരെ സിമ്പിളായി പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ ഒരു ഫ്ലവറും കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പല കളർ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇതുപോലെയുള്ള ഒരുപാട് പൂക്കൾ ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് കവർ പൂക്കള്? വളരെ സിമ്പിൾ അല്ലേ ഇത് ചെയ്തെടുക്കാനായിട്ട്? അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നമ്മൾ വേസ്റ്റ് കവർ ഉപയോഗിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ പൂക്കൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.